റൂമിലേക്ക് വന്ന രേവതിയോട് സച്ചി പലതവണ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്ന് നിനക്ക് ഈ പൈസ, നിനക്ക് എവിടെ നിന്ന് പൈസ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, പലതവണയായിട്ട് മിച്ചം വന്നത് എടുത്തു വെച്ചിട്ട് കൊടുത്തതാണെന്ന് പറയും കേട്ടോ. അങ്ങനെ മിച്ചം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ഇതുവരെ ഒന്നും തന്നിട്ടില്ല, പിന്നെ നീ എങ്ങനെയാണ് ഇത് കൊടുത്തത്, സത്യം പറഞ്ഞോ എന്ന് പറയും. അപ്പോൾ പറയും, പൂവൊക്കെ കെട്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ നീ എത്ര പൂവ് കിട്ടിയാലും നീ എൻ്റെ ചെവിയിൽ പൂ വയ്ക്കാൻ നോക്കണ്ട, നീ സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ രേവതി, എന്ത് സത്യം പറയാൻ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല, പിന്നെ എന്തിനാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി ഒരു ടവൽ എടുത്തിട്ട് പോയി കുളിച്ചിട്ട് വായൊന്നുകൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ രേവതിയുടെ കൈമ വളമില്ലാത്തത് സച്ചി ശ്രദ്ധിക്കും. അപ്പോൾ സച്ചി, അപ്പോൾ നീ ഇത് കൊണ്ട് എവിടെയാണ് വെച്ചതെന്ന് ചോദിക്കും. വള എവിടെയാണ് ചോദിക്കും. അപ്പോൾ പറയും, അത് ഞാൻ ഊരി വെച്ചിക്കുക, എവിടെ, വീട്ടിലോ അതോ വില പണയം വെക്കുന്ന സ്ഥലത്താണോ ഊരി വെച്ചിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, നിങ്ങളതിനെ എത്ര വെച്ചിട്ടാണ് ഞാൻ കളിയാക്കാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുക, എനിക്കത് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ഞാനിത് കുറേ കേട്ടിട്ടുള്ളതാണ്, നീ എന്തിനാ അതിനെ ഇതാക്കാൻ നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് പറയും, എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളെ കളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു വില വേണം, ആ വില അവരില്ലാതാക്കാണ്ട് എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സച്ചി എന്നിട്ട് ആകെ ഇങ്ങനെ പറയും, നമുക്കെന്തായാലും സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഇതാക്കാമെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ സച്ചി പിറ്റേ ദിവസം, എനിക്ക് വലിയൊരാളുടെ അടുത്ത് വ്യവസായയുടെ വണ്ടി ഓടിക്കുകയാണ്, ഡ്രൈവറായിട്ട് അങ്ങനെ ഞാൻ ജോലി ചെയ്യണമെന്നൊക്കെയാണ് രേവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രേവതിക്ക് പൂ കെട്ടാൻ വേണ്ടി പൂ കൊടുക്കാൻ ഒരാളുടെ എന്താ പറയുക, ബാച്ച്മാൻ്റെ മകൾ വരികയാണ്. അപ്പോൾ സച്ചിയേട്ടൻ ഇപ്പോൾ പുതിയ ജോലിക്ക് പോകാമല്ലേ, അപ്പോൾ എന്താ പറ്റി പഴയ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ, പുതിയ ജോലിയോ, ഇപ്പോഴും ഡ്രൈവറായിട്ട് തന്നെയാണ് പോകണമെന്നൊക്കെ പറയുമ്പോൾ, അല്ല ഇങ്ങനെയാണ് കാര്യം എന്ന് ആ കുട്ടി പറയാണ്. അങ്ങനെ വേഗം തന്നെ സച്ചി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് രേവതി പോവുകയാണ്. അപ്പോഴാണെങ്കിൽ സച്ചി ഒരാളുടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആ കാറിലുണ്ടായിരുന്ന ഒരു ഫോണ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിനെ അതിൽ അവരൊക്കെ സംശയിക്കുന്നതൊക്കെ രേവതി കാണുകയാണ്. അപ്പോൾ സച്ചിയേട്ടനാണ് എടുത്തതെന്നൊക്കെ അവർ പറയുമ്പോൾ രേവതിക്ക് ആകെ വിഷമാവുകയാണ് കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.